ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള കാന്താരി ചെടിയാണ്. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം ഒരുപാട് കാന്താരി തൈകൾ അല്ലെങ്കിൽ കാന്താരി കായ്ക്കുന്ന കാന്താരിയൊക്കെ നമ്മുടെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കാന്താരി അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം ഉപയോഗിക്കാറില്ലാത്തതല്ല, അത്യാവശ്യം കാന്താരി നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളതുകൊണ്ട് അത് പറിച്ച് നമ്മളെടുക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പഴുത്ത് കിളികൾ ഭക്ഷിക്കുകയാണ് സാധാരണ പതിവ്. നമ്മളിന്ന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ കാണിക്കാം. നമ്മുടെ ആദ്യത്തെ ആ ബാച്ചിലെ കുഞ്ഞുങ്ങളാണേ. അവരൊക്കെ കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് നിൽക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വളർച്ച ഇപ്പോൾ 90 ദിവസത്തോളം ആകുന്നു. നാടൻ കോഴികളായതുകൊണ്ടായിരിക്കാം വളർച്ച അത്യാവശ്യം കുറവാണ്. കാപ്പിരി കഴുത്തപ്പപ്പില്ലാത്തത്, പിന്നെ അങ്ങനെ കഴുത്തെ പപ്പുള്ളതുണ്ട്. അങ്ങനെ കുറച്ച് നാടൻ കുഞ്ഞുങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഇറങ്ങിയ ഒരു ബാച്ചാണിത്. നമ്മൾ സെപ്പറേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഓരോരുത്തരെ. നമ്മളിപ്പം ഗ്രോവർ തീറ്റയാണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തത് നമ്മുടെ ഈ തീറ്റയുടെ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ഗ്രോവർ തീറ്റി അപ്പം നമ്മൾ മേടിക്കുന്നത് ആദ്യമൊക്കെ മേടിച്ചുകൊണ്ട് SKM പോലുള്ള വലിയ വലിയ കമ്പനികളുടെ, എല്ലാം വലിയ കമ്പനികളാണല്ലോ, അപ്പോൾ ആ കമ്പനികളുടെയൊക്കെയാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്, SKM. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സംശയം തോന്നി, നമ്മൾ കൊടുക്കുന്ന തീറ്റി മുഴുവനായിട്ട് ഇവർ ഭക്ഷിക്കുന്നില്ല, കുറേ പൊടിയായിട്ട് പോകുന്നുള്ളത്. ഇപ്പോഴത്തെ ഈ തീറ്റിയുടെ ഒരു വിലയ്ക്ക് നമ്മൾ ഈ തീറ്റി മേടിച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ ഒരു കിലോ നമ്മൾ ഒരു കിലോ ഒരു തീറ്റി മേടിച്ചാൽ അതിനകത്തൊരു 1/4 കിലോ അല്ലെ 200 ഗ്രാമോളം ഇതിനകത്ത് പൊടിയാണ്. ഈ പൊടി ശരിക്കും ഇത് വേസ്റ്റായിട്ട് പോവുകയാണ്. ഈ കോഴി കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കോഴികൾ ഇത് ഭക്ഷിക്കത്തില്ല. അപ്പോൾ SKM പോലുള്ള വലിയ വലിയ ബ്രാൻഡുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളാണ് ഇങ്ങനെ നമ്മൾ കർഷകരെ ദ്രോഹിക്കുന്ന ഈ ഒരു രീതി ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം കൊടുക്കുന്നത് ഗോദ്റേജിൻ്റെ തീറ്റയാണ്. കണ്ടോ, ചില സമയത്ത് നമ്മൾ ഈ ഗോദ്റേജിൻ്റെ തീറ്റയുടെ പ്രത്യേകത, ഈ ഗോദ്റേജിൻ്റെ നമ്മൾ ഗ്രോവറാണിത്. ഇതിൻ്റെ അകത്ത് തീറ്റയുടെ സൈസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, നിങ്ങൾ SKMൻ്റെ ഒരു തീറ്റി മേടിച്ച് നോക്കുക. SKMൻ്റെ ഒക്കെ തീറ്റി എന്ന് വെച്ചാൽ ചില സമയത്ത് സ്റ്റാർട്ടർ ഏതാ ഗ്രോവർ ഏതാ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവരവരുടെ തീറ്റി കൊണ്ടുവരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഗ്രോവർ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കടയിൽ വിളിച്ച് ചോദിച്ചു, എനിക്ക് തന്നത് സ്റ്റാർട്ടറാണോ ഗ്രോവറാണോ എന്ന്. അതുപോലെ പൊടി നിറഞ്ഞ ഒരു ഇതാണ് തന്നത്. അപ്പം നമ്മൾ ഈ കടക്കാരോട് ചോദിക്കുമ്പോൾ കടക്കാർ പറയും അത് ചാക്കാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ അത് പൊടിയുന്ന തന്നെ സ്വാഭാവികമായിട്ട് പൊടിയുന്ന എന്നൊക്കെ പറയും. എന്നാൽ പക്ഷേ നമ്മൾ ഈ ഗ്രോവറിൻ്റെ അകത്ത് നമ്മളിപ്പോൾ മേടിച്ചാൽ നമ്മൾ ഗ്രോവറും ചാക്ക തന്നെയാണല്ലോ വരുന്നത്, പക്ഷേ അത് ഇത്രത്തോളം പൊടി നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ കർഷകരെ തീർച്ചയായും വില വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ പൊടി പോലുള്ള സാധനങ്ങൾ തന്ന് നമ്മളെ പറ്റിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത് കേരളത്തിൽ മാത്രമാണോ അതോ എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെയാണോ? നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പച്ചക്കറി നമ്മൾ കേരളത്തിലേക്ക് കയറ്റി അയക്കാനായിട്ട് പ്രത്യേകതരം പച്ചക്കറി ഉണ്ടാക്കുന്നു, വിഷമൊക്കെ അടിച്ച് അവർക്ക് കഴിക്കാൻ വേണ്ടി ഓർഗാനിക് രീതിയിലുള്ള പച്ചക്കറി ഉണ്ടാക്കുന്നു. അതുപോലെ ഇതും നമ്മുടെ നാട്ടിൽ ഫാക്ടറീസ് കുറവാണല്ലോ, അപ്പം ഇതും നമ്മൾ കേരളത്തിലേക്ക് അയക്കാൻ വേണ്ടി പൊടി കൂടിയ തീറ്റ അയക്കുന്നു. അവരുടെ നാട്ടിലേക്ക് കൂടുതൽ നല്ല തീറ്റി എടുക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. സംശയം തോന്നാറുള്ളതല്ല, ചിലപ്പം ഇതൊക്കെ തന്നെ ആയിരിക്കും യാഥാർത്ഥ്യവും. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിക്കാം. കുഞ്ഞുങ്ങൾ ഏകദേശമൊക്കെ എല്ലാം കുഴപ്പമില്ല, അങ്ങനെ ചൂട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 11 ദിവസമായിട്ടുണ്ട് ഇറങ്ങിയിട്ട് എല്ലാവരും. നമ്മളൊരു 2 ദിവസം കൂടുമ്പോഴേ പേപ്പർ മാറത്തുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഈ പേപ്പറിൽ ഇങ്ങനെ കാട്ടം കിടക്കുന്നത്. കുഴപ്പമില്ല, എല്ലാവരും ഉഷാറായിട്ട് എല്ലാവരും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വലിയ കോഴികളെ കാണിക്കാം, നാടൻ കോഴികൾ, നമ്മുടെ വലിയ കോഴികളെ കാണിക്കാം. അവരെ സാധാരണ ഇപ്പം 1-2 ദിവസമായിട്ട് അഴിച്ചു വിടുന്നില്ല. കുറുക്കൻ്റെ ശല്യം, കുറുനരിയുടെ ശല്യം. ഇത് നമ്മുടെ ഈ കോഴി കാഷ്ടമാണ്, വാരി വെച്ചതാണ്. അപ്പോൾ ഇത് കൊടുക്കാറില്ല, നമ്മുടെ കൃഷിക്ക് തന്നെ ഉപയോഗിക്കാറാണ് പതിവ്. നമ്മൾ ശരിക്കും ഈ അറക്കപ്പൊടിയാണ്, അറക്കപ്പൊടിയല്ല ചിന്തേരി പൊടിയാണ് നമ്മൾ ഇടുന്നത്. ചിന്തേരി പൊടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഈ ഒരു സൈസുള്ള ചിന്തേരി പൊടിയാണ് നമ്മൾ ഇടുന്നത്. അത് നമ്മളൊരു 2 മാസം
2 മാസം കൂടുമ്പോഴാണ് സാധാരണ ഇത് മാറുന്നത് നമ്മൾ ചെന്തേരി പൊടി. അത് ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനെ പൊടിഞ്ഞ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നമുക്ക് ഈ ഒരു 2 മാസം കൊണ്ട്. അപ്പോൾ ഇത് അറക്കപ്പൊടി പോലെ തന്നെ നമുക്ക് ഉപകാരപ്രദമാണ്. നമ്മുടെ ഒരു ഇതാണ് ഇതിൽ നിന്നാണ് നമ്മൾ മുട്ടയെടുക്കുകയും നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിക്കുകയും ചെയ്യുന്ന ഈ ഒരു ബാച്ചിൽ നിന്നാണ്. പൊരുന്നയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ നമ്മളങ്ങനെ പൊരുന്ന വെക്കാറില്ല, ഇറങ്ങിപ്പോകാനുള്ള ധൃതിയാണ്. കുറുക്കൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പം അഴിച്ചു വിട്ടാൽ നമ്മുടെ ഒരു 2 പേരെ കുറുക്കൻ പിടിച്ചു. അപ്പോൾ അഴിച്ചു വിട്ടാൽ കുറുക്കൻ പിടിക്കും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ അഴിച്ചു വിടാത്തത്. നമുക്ക് കയറി നോക്കാം മുട്ട ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയ മുട്ട ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് വളരെ വിരളമായിട്ടാണ്. ഇത് ഏത് കോഴി ഇടുന്നതെന്ന് അറിയത്തില്ല. വളരെ ചെറിയ മുട്ട ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ എടുക്കാറില്ല. ഇത് സാധാരണ BV38 നമുക്കൊരു 3-4 എണ്ണം ഉണ്ട്. ആ ഒരു മുട്ടയുടെ കളറാണ്. പക്ഷേ ഇങ്ങനെ ചെറുതായി പോയെന്ന് അറിയത്തില്ല. നമ്മൾ സാധാരണ അങ്ങനെ ഓർഗാനിക് രീതിയിൽ തന്നെയാണ് നമ്മൾ വളർത്തുന്നത്. നമ്മൾ തീറ്റയൊന്നും അങ്ങനെ കൊടുക്കാറില്ല പുറത്തുനിന്ന്. അപ്പം അതുകൊണ്ടാണോ ഇങ്ങനെ ചെറുതായെന്ന് അറിയത്തില്ല. പക്ഷേ BV38 തന്നെ വേറൊരു മുട്ട കാണിക്കുക. അത് ഏകദേശം കുഴപ്പമില്ല. അത് അത്യാവശ്യം നല്ല മുട്ടയാണ്, വലിപ്പമുള്ള മുട്ടയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഓരോ കോഴിക്കും ഓരോ ഇതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോഴികളുടെ വിശേഷങ്ങൾ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.